പ്രകാരമുള്ള ചടങ്ങുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ സംസ്കാരത്തിലേക്ക് ഇറങ്ങി ഇപ്പോഴും ആൾക്കാർ അന്തിമോപചാരം അർപ്പിക്കാനും എത്തുന്നുണ്ട്. അവരെ ഒരു സൈഡിൽ കൂടി കടത്തി വിട്ടുകൊണ്ടാണ് സംസ്കാര ചടങ്ങുകളുടെ ഭാഗമായുള്ള കർമ്മങ്ങളിലേക്ക് കടക്കുന്നത്. കാരണം ഇപ്പോഴും വലിയ ജനാവലി പുറത്ത് കാത്തു നിൽക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ സംസ്കാര ചടങ്ങ് ഇനിയും വെച്ച് താമസിപ്പിക്കാനും സാധിക്കില്ല. ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അവരെ നിയന്ത്രിച്ച്, വലിയ ആൾക്കൂട്ടമാണ് പുറത്തുള്ളത്, അവരെ നിയന്ത്രിച്ച് കടത്തിവിടുന്നതിനുള്ള വലിയ പരിശ്രമമാണ് പോലീസും സന്നദ്ധ പ്രവർത്തകരും എല്ലാം ചേർന്ന് നടത്തുന്നത്. അമ്മയും അച്ഛനുമെല്ലാം തന്നെ അവസാന നിമിഷങ്ങളിൽ ഒന്നുകൂടി ഇതിനെ കണ്ട് ഒരു അന്ത്യചുംബനം കൊടുത്ത് യാത്രയാക്കാനുള്ള ശ്രമത്തിലാണ്. അവർക്ക് സഹിക്കാവുന്നതിനപ്പുറമാണ് ഈ ഒരു അനുഭവം. ഏറ്റവും പ്രതീക്ഷയോടെ വളർത്തി വന്ന മൂത്ത മകൻ, അത് ആദ്യം അച്ഛൻ അമ്മ എന്നെല്ലാം വിളിച്ച മകൻ്റെ വേർപാട്, അത് കൺമുമ്പിൽ കാണേണ്ടി വരുന്ന മുത്തശ്ശിയുടെയും മുത്തശ്ശൻ്റെയൊക്കെ ഒരു ദുരവസ്ഥ, അതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇത് ഏവരെയും കണ്ണീരിലാഴ്ത്തുന്ന കാഴ്ചയാണ്. വലിയ ജനക്കൂട്ടം തന്നെ ഇപ്പോഴും വന്ന് നിറകണ്ണുകളോടെ ഇവിടെ നിൽക്കുന്നു. ഈ പറമ്പിൻ്റെ ഓരോ വശങ്ങളിലും വലിയ ആൾക്കൂട്ടമാണ്. ഭിത്തിക്ക് മുകളിലും എല്ലാം തന്നെ വലിയ ആൾക്കൂട്ടമാണ് ഉള്ളത്. മതിലിനും മുകളിലും മരത്തിലേലും വരെ ആൾക്കാർ കയറി നിൽക്കുന്ന കാഴ്ചകൾ കാണാം. ഈ മിഥുൻ എത്രത്തോളം അവർക്കെല്ലാം പ്രിയപ്പെട്ടവനായിരുന്നു എന്നതാണ് ഇത് വ്യക്തമാക്കുന്നത്. 13 വയസ്സ് മാത്രം പ്രായമുള്ളൂ. വളരെ അവിചാരിതവും എന്നാൽ ചിലരുടെ വീഴ്ചയും മൂലമുണ്ടായ വലിയ ഒരു ദുരന്തം, ആ ഒരു ദുരന്തത്തിൻ്റെ രക്തസാക്ഷിയാണ് ഈ 13 വയസ്സ് മാത്രമുള്ള കുരുന്ന്. വലിയ ജീവിത ലക്ഷ്യങ്ങൾ മനസ്സിൽ സൂക്ഷിച്ച് അതിനുവേണ്ടി പ്രയത്നിച്ചിരുന്നവൻ ആണ്. ആഗ്രഹങ്ങൾ മാത്രമല്ല, ആഗ്രഹങ്ങൾ നിറവേറ്റാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ഒരു ബാല്യമായിരുന്നു ഇതിൻ്റേത്. അത് ഓരോരുത്തരും, ഇതിനെ അറിയാവുന്ന ഓരോരുത്തരും പറയുമ്പോൾ അതിൽ വ്യക്തമായിരുന്നു. നന്നായി നീന്തുന്ന, നന്നായി ഫുട്ബോൾ കളിക്കുന്ന, കായിക അഭ്യാസങ്ങൾ പഠിക്കുന്ന, സൈന്യത്തിൽ കയറുന്ന ഒരു സൈനികനാകണം, ഭാരതാംബയ്ക്ക് വേണ്ടി പ്രയത്നിക്കണം, പോരാടണമെന്ന് ആഗ്രഹിച്ച ഒരു ബാല്യം. ആ ബാല്യത്തിനാണ് ഇത്തരത്തിൽ സർക്കാർ സംവിധാനങ്ങളുടെയും സ്കൂൾ അധികൃതരുടെയൊക്കെ വീഴ്ച മൂലം 13-ാം വയസ്സിൽ തിരശ്ശീല വീഴുന്നത്. അത് ഒരു തരത്തിലും ഈ പൊതുസമൂഹത്തിന് അംഗീകരിക്കാവുന്നതല്ല. അതിൽ വലിയ പ്രതിഷേധം തന്നെ നിലനിൽക്കുമ്പോഴാണ് ഇതിൽ നിന്ന് യാത്രയാവുന്നത്. ഇതിൻ്റെ സ്വപ്നങ്ങൾ, അതെല്ലാം തന്നെ വലിയ സ്വപ്നങ്ങളായിരുന്നു. ഈ വീടിൻ്റെ അത്താണിയായി മാറി. ഈ വീടിനെ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു കുടുംബമാണ്. അതിനെ കരകയറ്റണം, അച്ഛനും അമ്മയ്ക്കും എല്ലാം താങ്ങും തണലുമായി മാറണം. വലിയ ആഗ്രഹങ്ങളുണ്ടായിരുന്ന ഒരു ബാല്യമാണ്. അതിനുവേണ്ടി നിശ്ചയദാർഢ്യത്തോടെയായിരുന്നു പോരാടുന്നത്. അതിൻ്റെ മുത്തശ്ശന്, ശാരീരിക അവശതകളുള്ള മുത്തശ്ശന് കൈത്താങ്ങായി കൈപിടിച്ച് നടത്തിയിരുന്നത് ഈ മിഥുനായിരുന്നു. നിറകണ്ണുകളോടെ ഇടറുന്ന വാക്കുകളാൽ ആ മുത്തശ്ശൻ പറഞ്ഞു വെച്ചതും അതാണ്: എനിക്ക് നടക്കാൻ വയ്യ. ഇതിനുള്ളപ്പോൾ അവൻ കൈപിടിച്ച് നടത്തുമായിരുന്നു. ഇനി ഞാൻ എങ്ങനെ നടക്കും? ആ മുത്തശ്ശൻ്റെ പ്രതീക്ഷയും ഈ മിഥുനിൽ തന്നെയായിരുന്നു. അന്ത്യനാളുകളിലെല്ലാം ഒപ്പം നിന്ന് ഒരു താങ്ങും തണലുമാകുമെന്ന് പ്രതീക്ഷിച്ച ചെറുമകൻ്റെ വേർപാട്, അത് വലിയ ദുഃഖം തന്നെയാണ് സമ്മാനിക്കുന്നത്. ഇത്തരത്തിൽ ഓരോരുത്തരുടെയും എടുക്കുമ്പോൾ, കഴിഞ്ഞ വ്യാഴാഴ്ചയും രാവിലെ സ്കൂളിലേക്ക് ഒരുക്കി വിട്ട മുത്തശ്ശി, ആ മുത്തശ്ശിയുടെ മുന്നിലേക്ക് ഇന്ന് ചേതനയേറ്റം ഇതിൻ്റെ ശരീരമെത്തുമ്പോൾ എങ്ങനെ സഹിക്കുമായിരുന്നു? അതുപോലെ ഓരോരുത്തരും അവൻ്റെ നല്ല വിദ്യാഭ്യാസം, അവൻ്റെ ഉയർച്ച എല്ലാം പ്രതീക്ഷിച്ച് വിദേശം മണ്ണിൽ ജോലിക്കായി പോയി വന്ന അമ്മ ഈ ഒരു വാർത്ത കേട്ട് വളരെ വേദനയോടെ തിരിച്ചു വരേണ്ടി വരും. 4 മാസം മുൻപ് മാത്രമാണ് പോയത്. ഈ ഒരു ദുഃഖ വാർത്ത അറിഞ്ഞാണ് മടങ്ങി വരേണ്ടി വരുന്നത്. ഇങ്ങനെ നിറകണ്ണുകളും വേദനിക്കുന്ന മനസ്സുകളും നിറഞ്ഞ ഒരു പറമ്പായി ഈ മനുഭവനമെന്ന ഇതിൻ്റെ ചെറിയ വീടും പരിസരവും നിറഞ്ഞിരിക്കുകയാണ്. ഇതിന് പിച്ച വെച്ച് കളിച്ചു വളർന്ന ഈ വീട്ടുമുറ്റത്ത് ഇപ്പോൾ ചേതനയേറ്റ ശരീരമാണ്. അതിന് അന്ത്യയാത്ര നൽകാൻ, ഇതിന് യാത്രാമൊഴി നൽകാനുള്ള ആൾക്കൂട്ടമാണ് ഇവിടെ. നാളെ പുതിയ വീട് വെച്ച് അതിൻ്റെ പാലുകാച്ചിലും ഗൃഹപ്രവേശനത്തിനും ആളുകൾ തടിച്ചുകൂടുന്നത് സ്വപ്നം കണ്ട വീടിന് മുന്നിൽ ഇപ്പോൾ ഇതിൻ്റെ യാത്രാമൊഴിക്കായി, അത് യാത്രാമൊഴി നൽകാനായി തടിച്ചുകൂടിയ ജനങ്ങളുടെ വലിയ കൂട്ടമാണ് കാണാൻ കഴിയുന്നത്. ആരെയും കണ്ണീരിലാഴ്ത്തുന്ന കാഴ്ച, ആർക്കും വർണ്ണിക്കാനാവാത്ത വേദനയുടെ കാഴ്ച, ഇത് എല്ലാമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. വലിയ രീതിയിലുള്ള ദുഃഖം ഏവരിലും നിറഞ്ഞു നിൽക്കുന്നു. മൃതദേഹം കൊണ്ടുവരുമ്പോൾ മുതൽ
തേങ്ങിക്കരയുന്ന അമ്മമാർ നിരവധിയാണ് ഈ പറമ്പിലും മറ്റുമുള്ളത്. അവരെല്ലാം തന്നെ അന്ത്യയാത്രയ്ക്ക് സാക്ഷ്യം വഹിക്കാനായി ഒത്തുകൂടിയവരാണ്. ഇപ്പോഴും വലിയ ജനക്കൂട്ടമുണ്ട്. അവരെ നിയന്ത്രിച്ച് കടത്തി വിട്ടുകൊണ്ട് സംസ്കാര ചടങ്ങുകൾ നടത്തുക എന്നത് തന്നെയാണ് ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത്. 4 മണിക്ക് സംസ്കാര ചടങ്ങുകൾ നടത്താനായിരുന്നു തീരുമാനിച്ചിരുന്നത്. ഇപ്പോൾ 4 മണി കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ 4 മണിയായിട്ടും സംസ്കാര ചടങ്ങിലേക്ക് കടക്കാൻ കഴിയുന്നില്ല. ഹൈന്ദവ ആചാരപ്രകാരമുള്ള ചടങ്ങുകൾ ഒരു വശത്ത് ചെറുതായി ആരംഭിച്ചെങ്കിൽ പോലും ഇപ്പോഴും വലിയ ജനക്കൂട്ടം തന്നെയാണ് അവരെ കൂടി ആ ഒരു അന്ത്യോപചാരം അർപ്പിക്കാൻ ഒരു നിമിഷമെങ്കിലും ഒരു നിമിഷം അവസരം കൊടുത്ത് അവസാനമായും ഇതിനെ ഒന്ന് കാണാൻ ഒരു ചെറിയ നിമിഷം, ആ ഒരു ചെറു നിമിഷമെങ്കിലും നൽകിക്കൊണ്ട് അവരെയും നിരാശരാക്കാതെ മിഥുൻ എല്ലാവരോടും എങ്ങനെ ഇടപെട്ടോ അതുപോലെ സന്തോഷത്തോടെ അവർക്കൊന്നും ഇല്ലെങ്കിൽ ഈ ഒരു കാഴ്ച അവസാനത്തെ ആ കാഴ്ചയ്ക്കൊരു അവസരം നൽകി മടക്കാനുള്ള വലിയ പ്രയത്നമാണ് ഇവിടെ നടക്കുന്നത്. അതോടൊപ്പം തന്നെ ചിതയൊരുക്കുന്നതിനുള്ള നടപടികളെല്ലാം തന്നെ പൂർത്തിയായി. അതെല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു. ഇനിയും ഈ അവസാനം എത്തിയിട്ടുള്ള അവരെ കൂടി ഒന്ന് അന്തിമോപചാരം അർപ്പിക്കാനൊരു അവസരം നൽകിക്കൊണ്ട് സംസ്കാര ചടങ്ങ് ഹൈന്ദവാചാരപ്രകാരമുള്ള ചടങ്ങുകളിലേക്ക് കടക്കുകയാണ്. ഉറ്റ ബന്ധുക്കളെല്ലാം തന്നെ ഒന്ന് ഹൃദയത്തിന് അരികിലായി തന്നെ ഇരിപ്പുണ്ട്. ഈ അല്പസമയത്തിനുള്ളിൽ തന്നെ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്.